ആഫ്രിക്കൻ മല്ലു ക്യാമറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം, ഞങ്ങൾ ഒരു ട്രിപ്പിലാണ്. അതായത് നല്ല ഒരു സർപ്രൈസ് വെച്ചിരിക്കുന്ന ഒരു ട്രിപ്പ്. അക്കോമഡേഷനാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിരിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ കഴിഞ്ഞ എപ്പിസോഡിൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. ശരിയാണ്, ഇതൊരു ഗ്രാവൽ റോഡാണ്. നമുക്ക് 20 കിലോമീറ്ററോളം ഇനി ഇതേപോലത്തെ ഒരു ഗ്രാവൽ റോഡിൽ കൂടെ വേണം പോകാൻ. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുവാണ്. ഇത് നോക്കിക്കേ, ഒരു തനി നാടൻ ഗ്രാമപ്രദേശം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശം. അപ്പം ദേ വാമിക്കുട്ടി ദേ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ദേ മീനും ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്താണ് മീന് പരിപാടി? എവിടേക്കാണ് പോകുന്നത്? ക്യാമ്പിംഗ് സൈറ്റിലേക്ക്. അതെ, ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് പോകുന്നത്. അല്ല, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്തോട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനം അക്കോമഡേഷനിലേക്ക് വിട്ടേക്കാട്ടോ. എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മൾ വന്നിരുന്ന വഴി മോസ്റ്റ് സീനിക് ബ്യൂട്ടിഫുൾ വഴി കൂടെ ആയിരുന്നു. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് ടെറൈനിലൂടെയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാവൽ റോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി A ഗ്രേഡ് ഗ്രാവൽ റോഡാട്ടോ. നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോൾ അറിയാം നമുക്ക്, അല്ലെങ്കിൽ മീനുവിന് ഇപ്പം ഇങ്ങനത്തെ ഓഫ് റോഡിൽ കൂടെ ഒന്നും പോകാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ലാത്ത റോഡാണ്. നമ്മുടെ വണ്ടിക്ക് അങ്ങനെ കുഴപ്പം പറ്റത്തില്ല, അധികം കുലുക്കൊന്നും അറിയുന്നില്ല. പിന്നെ പരമാവധി കുലുങ്ങാത്ത രീതിയിലാണ് നമ്മൾ ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെന്താ ഈ വഴി സജസ്റ്റ് ചെയ്തതെന്ന്. ഇതാണ് ആ വഴി. അവിടേക്ക് എത്താനുള്ള ഒരു വഴി ഇതുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സജസ്റ്റ് ചെയ്തത്. കാരുടെ മെയിൻ എന്റർടൈൻമെന്റ് ആണ് ഇങ്ങനെ ഓഫ് റോഡിൽ കൂടെ പോകാനും അങ്ങനത്തെ കാര്യങ്ങൾ. ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാട്ടാ. ചെറിയൊരു പുഴയല്ല, ഒരു തോട് പോലത്തെ ഒരു സെറ്റപ്പ് ഇട്ടാ. അടിപൊളി. എന്ത് ഭംഗിയല്ലേ. എന്ത് ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ടെറൈൻ കേട്ടോ. എൻറ്റയർലി ഡിഫറെന്റ്. നമ്മള് ഇന്നലെ വന്ന ടെറൈൻ അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഉണ്ടായിരുന്ന ടെറൈനും അല്ല, കഴിഞ്ഞ ക്യാമ്പിങ്ങിന് പോയപ്പോ ഉണ്ടായിരുന്ന ടെറൈനും അല്ല കേട്ടത്. അങ്ങനെ നമ്മൾ കിടന്ന് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് സൈഡിലും പൊടികള് പിടിച്ച കാട് എന്നൊക്കെ പറയില്ലേ, നിറച്ച് ചെളിയാട്ടാ. നമുക്കിപ്പം ഡോറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പൊടി നിറച്ച് കയറും. നമ്മൾ പോകുമ്പോൾ നമ്മുടെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം എന്തോരം പൊടിയാണ് പോകുന്നതെന്ന്, എന്തോരം പൊടിയാണ് പറക്കുന്നതെന്ന്. ഇത് കണ്ടോ, ഒരു ചെറിയ കുറ്റിക്കാട്, അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയാണ്. അപ്പം ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് വേറെ ഒന്നുമില്ല, നമ്മുടെ അക്കോമഡേഷൻ നമ്മുടെ മാത്രമല്ല പല അക്കോമഡേഷൻ ഉണ്ട്. പിന്നെ ഈ ലൊക്കേഷൻസ് എന്നൊക്കെ പറയില്ല, ലൊക്കേഷൻസിലാണ് ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഫാമിലി ജോലി ചെയ്യുന്ന പണിക്കാരൊക്കെ താമസിക്കുന്ന ഏരിയകൾ. പിന്നെ ഇത് ഏക്കർ കണക്കിന് കിടക്കുവാണ് നമ്മുടെ ഈ പാടമില്ലേ, ഈ പാടം അല്ലെങ്കിൽ ഈ കൃഷിപ്പാടം ഏക്കർ കണക്കിനാണ് കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടുത്തെ പണിക്കാരുടെ ഒക്കെ സ്റ്റേ. ഇല്ലെങ്കിൽ അവർക്ക് എത്ര കിലോമീറ്ററോളം പോയി വരണ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവര് തന്നെ അവിടെ ഒരു ചെറിയൊരു വില്ലേജ് പോലെ ഒരു ലൊക്കേഷൻ ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെയാണ് ഇവര് താമസിക്കുന്നത്. ഇതേ കണ്ടോ, ഇവിടേക്ക് നോക്കി ഒരു ചേച്ചി, അവിടുത്തെ ഒരു ഗ്രാമവാസി ചേച്ചി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പശുക്കളൊക്കെ കാണാട്ടോ. നമുക്ക് ഇവിടെ നിന്നും ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഇനി നമ്മൾ പോകുന്നിടത്തേക്ക്. തനി ഒരു 90s നമ്മുടെ നാട്ടിൻ പ്രദേശം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സെറ്റപ്പ്, അതിൻ്റെതായ ആ ഒരു പഴമ സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു ഇത് ആ കാലഘട്ടത്തിൽ വന്ന പോലെ ഉണ്ട്. ഇവിടെ വേറെ ആൾക്കാരോ അല്ലെങ്കിൽ വീടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നേച്ചറിനെ നമുക്ക് സ്നേഹിക്കാന്നൊക്കെ പറയില്ലേ, ആ നേച്ചറിനെ സ്നേഹിക്കണമെങ്കിൽ ഇങ്ങ് പോരാ, നിങ്ങള് ഒന്നും നോക്കണ്ട. ഒരു തനി നാടൻ പ്രദേശത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഒരു തനി ലൊക്കേഷൻ ഏരിയയില്ലേ, ഇതേ കണ്ടോ, നാട്ടിലെ ഒരാടുകളും ഒരു കൃഷി കുടുംബം എന്നൊക്കെ പറയത്തില്ലേ, ഇതേ അതേപോലെയാണ് വീടൊക്കെ കണ്ടോ നിങ്ങള്. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കുറെ ആടുകള്. അപ്പം അങ്ങനത്തെ ഒരു പ്രദേശത്ത് കൂടെ ആയിട്ടോ നമ്മൾ കിടന്നു പോകുന്നത്. അങ്ങനെ കണ്ടിട്ടാണ് വാട്ടർ വാക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ വലിയ അത്യാവശ്യം വലിയ വീടുകൾ ഈ പ്രദേശത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ വീടുകളാണ്. താമസം അധികം കാണുന്നില്ല, ചെറിയ ചെറിയ താമസങ്ങളെ നമ്മൾ കണ്ടുള്ളൂ. ഇപ്പം ഇവിടെ റൈറ്റ് സൈഡില് കുറച്ച് കുതിരകൾ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ കണ്ടോ, കുതിരകൾ നിൽക്കുന്ന കാണാം നമുക്ക്. കുതിര. അപ്പം നമ്മൾ ഈ പിള്ളേരൊക്കെ ആയിട്ട് ഇവിടേക്ക് വരുമ്പോഴേ ഇത് കണ്ടില്ലേ, വാമി അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ടോ വാമിക്കുട്ടി. ഇതെല്ലാം കണ്ട് ഈ കാഴ്ചകളെല്ലാം കണ്ട് അവർക്ക് നല്ല എൻജോയ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് വീക്കെൻഡിലൊന്നും നമുക്ക് പ്ലേസ് ഒന്നും കിട്ടില്ല. ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ അക്കോമഡേഷനും ഫുള്ളായിരിക്കും. അക്കോമഡേഷനോ ക്യാമ്പിംഗ് സൈറ്റോ എന്തുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് തരണം. ഒരു 2 ആഴ്ച മുമ്പെങ്കിലും ബുക്ക് ചെയ്ത് തരണം. നമ്മളിപ്പോൾ വന്നാക്കുന്നത് വീക്ക് ഡേയിലാണോ വന്നാക്കുന്നത്. നമുക്ക് ഒരു 3 ദിവസം ഓഫ് കിട്ടിയതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ പോരുക ചെയ്ത് കേട്ടോ.
നിങ്ങൾ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ കാഴ്ച നോക്കിയാൽ നിങ്ങൾ നല്ല അടിപൊളി കാഴ്ചയല്ലേ, നല്ല പൊട്ടിപ്പൊളിഞ്ഞ വീടുകളും ഇതൊക്കെ ആയിട്ട് ഒരു ഫാം, നല്ല ഭംഗിയിൽ സ്റ്റേയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാമാണ്. അവിടെ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മൃഗങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പം അത് എഴുതി വെച്ചിട്ട് ഫോർ സെയിലെന്ന്. അപ്പം എനിക്ക് വന്ന് ഈ ഫാം വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഫാമാട്ടോ, നല്ല അടിപൊളി ഫാമാണ്. ഇത് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ആപ്പിൾ നിൽക്കുന്ന കാണാം നമുക്ക്. ഇതേ ആപ്പിൾ ഫാമാട്ടോ, അത് ചുമന്ന ആപ്പിള്. നമ്മുടെ ഈ റൈറ്റ് സൈഡില് ഈ മരങ്ങൾ വെച്ചേക്കുന്നതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ആപ്പിൾ തോട്ടം. ആപ്പിൾ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ആപ്പിൾ തോട്ടത്തില്. അപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ ഏകദേശം എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാട്ടിക്കോട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേ നമുക്ക് ഒരു ഗേറ്റാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഗേറ്റ് എത്തുമ്പം അവരെ ഇൻ്റർകോമിൽ വിളിക്കണം എന്ന്. അപ്പോൾ നമുക്ക് ഇൻ്റർകോമിൽ വിളിക്കാം. ഇൻ്റർകോം ഇതാണ്. നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് പോയി നമുക്ക് റിപ്പോർട്ട് ചെയ്യാം നമ്മൾ എത്തിയിട്ടുണ്ടെന്ന്. നമുക്ക് വേണ്ടി അവർ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ റിസപ്ഷൻ ദേ കീപ് ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി നമുക്ക് പോകാം കേട്ടോ. ഇവിടേക്ക് വരുമ്പോഴേ ഇത്തിരി ടെറിബിൾ ഓഫ് റോഡായിരുന്നു, എന്നാലും കുഴപ്പമില്ല, മീൻ കുറച്ച് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് റിസപ്ഷൻ. അടിപൊളി വഴി കേട്ടോ, അടിപൊളി ഫീലിംഗ് സ്ഥലം. ആഹാ, കിട്ടിക്കാച്ച സ്ഥലം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ റിസപ്ഷൻ ആയിരുന്നേ. അപ്പോൾ ആ ചേച്ചി വന്ന് കണ്ടു, 2 നല്ല യമണ്ടം പട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെയൊക്കെ വേറെ അക്കോമഡേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളോട് വണ്ടി ഇതിൽ കൂടെ ഒന്ന് റൗണ്ട് ചുറ്റി വരാനാണ് പറഞ്ഞത്. അപ്പോഴേക്കും പുള്ളിക്കാരി നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി കാണിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. സ്പ്രിംഗ് ബോക്ക് പോകുന്നുണ്ടോ? നമ്മുടെ അക്കോമഡേഷൻ്റെ അവിടുത്തെ പട്ടീനെ നോക്കി, ഇത് യമണ്ടം പട്ടി എന്നൊക്കെ പറയില്ലേ. ഈ ജാതി സെറ്റപ്പ് ഇട്ടത് നോക്കി, എന്തിട്ട സാധനം. ദേ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇതേ സീബ്ര, ഇപ്പുറത്ത് നോക്കുമ്പോൾ സീബ്ര. അപ്പം ദേ ആ ചേച്ചി വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി വണ്ടി എടുത്ത് വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പം പുള്ളിക്കാരി ഇതിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്ന കേട്ടോ. യമണ്ടം സാധനം, ഒരു ജാതി സെറ്റപ്പ്. ഉയ്യോ, എന്തുട്ടാ സെറ്റപ്പ് അല്ലേ. 20 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ഇനി ഇവർക്ക് കടയല്ല, 20 അല്ല 40 കിലോമീറ്ററോളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കടകൾ കേട്ടോ. നമ്മൾ കിടന്നു പോകുന്ന വഴി നിങ്ങൾ നോക്കിക്കേ, പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ. എന്തുട്ടാ സെറ്റപ്പ് അല്ലേ. ഇത് കലക്കൂട്ടാ, എന്തായാലും കലക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്രയ്ക്ക് സെറ്റപ്പ്, ഒരു ജാതി സെറ്റപ്പ് വഴി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ താമസിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവൽ അക്കോമഡേഷൻ. ഇതൊരുമാതിരി വേറെ രീതിയിൽ കിടക്കുന്ന എവിടെ സ്പ്രിംഗ് ബോക്ക് സീബ്ര എന്ന് വേണ്ട നല്ല അടിപൊളി സാധനങ്ങൾ കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഇവിടെ മണലൊക്കെ കണ്ടോടി ഇവിടെ താഴെ കിടക്കുന്നത് മീനു. എന്ത് മണല? ഒരു ജാതി മണല്ലോ അല്ലേ? കടലിൻ്റെ ഒക്കെ പരിസരത്തൊക്കെ ഉള്ള പോലത്തെ. പക്ഷെ കടലൊന്നും ഇവിടെ ഇല്ല അടുത്ത്, അതാണ് വേറെ പ്രത്യേകത. ഇത് നോക്കിയേ നമ്മൾ പോകുന്ന സ്ഥലം ഇതിൻ്റെ ഉള്ളിലാണ് ക്യാമ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്, ടെൻറ്റ് ക്യാമ്പിംഗ്. അത് സ്പ്രിംഗ് ബോക്ക്, എൻ്റെ അടിപൊളി. എന്തൊരു സ്പീഡിലാണ് പോകുന്നത് കണ്ടോ. നല്ല ഫീലിംഗ് സാധനമായിട്ട് ഇവർ വരുന്നത്, നല്ല ഫീലിംഗ് സാധനം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പഴയ ഒരു ടെൻറ്റ്, അത് വേറെ ആരും ഇവിടെ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ടെൻറ്റ് അടിക്കണമെങ്കിൽ ടെൻറ്റ് അടിച്ചോളാൻ പറഞ്ഞിരുന്നു പുള്ളിക്കാരി. നമ്മൾ താമസിക്കാൻ പോകുന്ന അക്കോമഡേഷൻ ഉണ്ടല്ലോ, അതൊരു 1.5 അക്കോമഡേഷൻ ആണ്. ഏത് അക്കോമഡേഷൻ എന്നറിയോ നിങ്ങൾക്ക്? ഇതാണ് അക്കോമഡേഷൻ. ഇത് കണ്ട എങ്ങനെയുണ്ടെന്ന് മീനിനോട് ചോദിച്ചേക്കാം. മീൻ ഇത് താഴെ നിന്ന് ഇറങ്ങുന്നത്. മീൻ എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? നമ്മൾ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ ഇങ്ങനത്തെ അക്കോമഡേഷൻ. അതെ ഗൈസ്, ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു അക്കോമഡേഷൻ. ഇത് എന്ത് അടിപൊളി അക്കോമഡേഷൻ ആണെന്നറിയോ. ഇത് നോക്കിക്കാൻ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവൽ സാധനം കേട്ടോ. ഞങ്ങൾക്ക് കണ്ണ് എന്തോ പറയാം, നമുക്ക് ഒരു അതിശയം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. നമ്മുടെ ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ ഉണ്ടല്ലോ, നമ്മൾ ക്യാമ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പീക്കിലടിക്കണം എന്ന് പറയത്തില്ലേ, അതാണ് സെറ്റപ്പ്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്ന ഈ ടെൻറ്റില്ലേ, ഈ ടെൻറ്റിന് എന്താ പറയുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് സാധാ ടെൻറ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാട്ടാ. ഇത് ചിലവർക്ക് അറിയാം, ഈ അമേരിക്കയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഇതിനെ ടിപ്പി ടെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ കോണാകൃതിയിലുള്ള ഒരു തരം കൂടാരമാണ് ടെപ്പി അല്ലെങ്കിൽ ടീപ്പി എന്നറിയപ്പെടുന്ന ഈ ടിപ്പി ടെൻറ്റ് കേട്ടോ.
ഇത് കണ്ടോ നിങ്ങൾ? ഗ്രേറ്റ് പ്ലെയിൻസിലെ നേറ്റീവ് അമേരിക്കൻസ് ആണ് ഇവ ശരിക്കും നിർമ്മിച്ചിരുന്നത്. അവർ പലപ്പോഴായിട്ടേ വേട്ടയാടപ്പെടുന്ന എരുമകളെയോ മൃഗങ്ങളെയോ എന്നിവയ്ക്കൊക്കെ എതിരെ പിന്തുടർന്നിട്ടേ അവർ താമസിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഈ ടിപ്പി ടെൻറ്റ്, അല്ലെങ്കിൽ ഈ ടിപി ടെൻറ്റ് എന്നറിയപ്പെടുന്ന ഈ ടെൻറ്റ് കേട്ടോ. ഈ ടിപ്പികളുണ്ടല്ലോ, നീളമുള്ള തൂണുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളിതേ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ കാണാൻ, കണ്ടോ? ഇത് കണ്ടോ, നീളത്തിൽ ഇങ്ങനെ തൂണുകൾ വെച്ചേക്കുന്നത്. ആ തൂണുകളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ഈ നീളമുള്ള തൂണുകളിലല്ലേ ചുറ്റിയിരിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ചുറ്റുന്നത് ഒരു തരം കനം കൂടിയ തുണി പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് കണ്ടോ, തുണി എന്നൊക്കെ പറയാം, ആ ഒരു തുണിയുടെ ഒരു മെറ്റീരിയലാണ്. ഇതേ നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, കട്ടി കൂടിയ ഒരു തുണി മെറ്റീരിയലാണ്. ഇത് പണ്ട് കാലത്ത്, ഇത് ഒത്തിരി വർഷങ്ങൾക്കൊക്കെ മുമ്പേ ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ തൊലിയോ മരത്തിൻ്റെ പുറംതൊലിയോ ഒക്കെ ആയിരുന്നു ഇതിന് പകരം ഉപയോഗിച്ചിരുന്നത്. ശരിക്കും ടിപ്പികൾ ഒരു വൃത്താകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ? അപ്പം ഇത് ശരിക്കും ജീവിതത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത്. ഈ സാധനം മുഴുവൻ സമയത്ത് ഒരു വീടിന് വേണ്ടി ഇവർ യൂസ് ചെയ്തിരുന്നില്ല കേട്ടോ. ഈ താൽക്കാലിക യൂസിന് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇവ ഇപ്പോഴും പ്രത്യേക അവസരങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വന്നപ്പം ഞങ്ങൾ അവിടെ പറഞ്ഞു, പുള്ളിക്കാരി ഈ കാണുന്ന ടെൻറ്റ് ഉണ്ടല്ലോ, ഇത് ഇന്ന് ഫ്രീ ആണ്, പക്ഷെ നാളെ രാവിലെ ഇവരുടെ എന്തോ ഇവിടുത്തെ ആൾക്കാരുടെ എന്തോ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്താക്കുന്നത്. അപ്പം ഇവിടെ സോഫയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാക്കുന്നുണ്ടോ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മീറ്റിംഗ് ഒക്കെ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇവർ നമുക്ക് ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഹോട്ട് ടബും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ശരിക്കും യൂസ് ചെയ്തുകൊണ്ടിരുന്നതേ, അല്ലെങ്കിൽ ഇത് ശരിക്കും കൊണ്ടുവന്നത് ഷോഷോണി, ലക്കോട്ട, നേറ്റീവ് അമേരിക്കൻസ് എന്നീ ഗോത്രങ്ങളിലെ ആൾക്കാരാണ്. അമേരിക്കയിലുള്ള ഗോത്രങ്ങളിൽ പെട്ടുന്ന ഒരു വിഭാഗം ആൾക്കാരാട്ടോ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് പ്ലെയിൻസ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് പ്ലെയിൻസ് ഇന്ത്യൻസ് എന്ന് അവരെ പറയുന്നത്. അപ്പം ഈ ഗോത്രത്തിലുള്ള ആൾക്കാർ പ്ലെയിൻസ് ഇന്ത്യൻസിൻ്റെ, അതായത് നേറ്റീവ് അമേരിക്കൻസിൻ്റെ ടെൻറ്റ് കാണാനായിട്ട് ഒരു പ്രത്യേകത ഉണ്ടാകും. ഇത് നിറച്ചിങ്ങനെ പെയിൻറ്റിങ് ചെയ്ത പോലെ ആയിരിക്കും കിടക്കുന്നത്. ഞാനിതിനെക്കുറിച്ച് വായിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പം അതിലറിയപ്പെടുന്നത് ഈ പ്ലെയിൻസിലെ ഇന്ത്യൻസിൻ്റെ പല പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഇവർ മാർക്ക് ചെയ്തിടും. അപ്പോൾ ഇവരെ ഈ അടയാളപ്പെടുത്തുന്നതിൽ തിന്മകളെയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തി സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. അവർ സാധാരണയായിട്ട് എരുമയുടെ തൊലി കൊണ്ടാണ് അവർ ഉപയോഗിക്കാറ്. തൊലിയാണ് ഇതിൽ ചുറ്റാനായിട്ട് ഉപയോഗിക്കുന്നത് ഉണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇത് ശ്രദ്ധിച്ചോ, ചെവിയുടെ ഷേപ്പിലുള്ള 2 ഫ്ലാപ്പ് കണ്ടോ? ഈ ഫ്ലാപ്പ് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈത്യകാലത്തും വേനൽക്കാലത്തും ഇല്ലേ, ഇത് നമ്മൾ ഇതിൻ്റെ റൂമിലെ ടെമ്പറേച്ചർ, അതായത് ഈ ടെൻറ്റിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ വന്ന് കയറിയപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്തിടാം, രാത്രി കൊച്ചല്ലോ അല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാർസിനെ ഒന്നും കണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വാം ചെയ്ത് വെക്കാൻ വേണ്ടി ഇന്ന് തണുപ്പുണ്ടാകും. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ക്ലൈമറ്റ് കണ്ടോ നിങ്ങൾ, ഒരു മങ്ങി മൂടിയ ഒരു സെറ്റപ്പ് ക്ലൈമറ്റ്, അതും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് സ്ഥലത്തല്ലേ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയർ പിറ്റ് ഉണ്ട്. ഞാൻ അകത്ത് കയറുമ്പോൾ അത് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെ ഇവർ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു വാതിലാണ് കൊടുത്തിരിക്കുന്നത്. അടയ്ക്കാനും തുറക്കാനും കഴിയാവുന്ന ഒരു വാതിലാണ് ഇത്. ശരിക്കും സൂര്യൻ്റെ, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യനില്ലേ, ആ സൂര്യനെ അഭിമുഖീകരിച്ചിട്ടാണ് ഇത് വെക്കുക സാധാരണ വെക്കുന്നവർ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവർ അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ, ഇവരത് ഫോളോ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ എന്തായാലും നോക്കാം. ഇത് സൂര്യനെ അഭിമുഖീകരിച്ചിട്ടായിരിക്കും ഇത് ഇരിക്കുക എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയാലോ? എങ്ങനെയുണ്ട് നമ്മുടെ ടിപ്പി ടെൻറ്റ് എങ്ങനെയുണ്ട്? അപ്പോൾ ഈ സാധനത്തിൻ്റെ അകത്ത് നമുക്ക് കയറണ്ടേ? വാ നമുക്ക് കയറാം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡിലാണ്. മീനും എക്സൈറ്റ്മെൻറ്റ് മാറിയോടി? അയ്യോ അതെ, ഞങ്ങളൊന്ന് കയറിയോണ്ട് എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് മാറിയിട്ടില്ല. എക്സൈറ്റ്മെന്റ് മാറിയെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, ഇതിൽ കിടന്നാലാണ് എക്സൈറ്റ്മെന്റ് മാറത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്കൊന്ന് കയറിയാലോ? നിങ്ങളും പോരാ എന്തായാലും. അപ്പം ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വാതിൽ, അതായത് എൻട്രൻസ് കിടക്കുന്നത്. അപ്പം ഇതൊന്ന് ഞാനൊന്ന് ഫോൾഡ് ചെയ്യട്ടെ. ഇത് ഫോൾഡ് ചെയ്യാനൊക്കെ ഇതിൻ്റെതായ ഒരു നാക്ക് ഉണ്ട് കേട്ടോ. ഫോൾഡ് ചെയ്യുന്നത് അകത്തേക്കാണ് ഇത് ഫോൾഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ ഒരു സ്ട്രാപ്പ് കിട്ടും. ആ സ്ട്രാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചുമ്മാ ഇങ്ങനെ വളർത്തിയിടാം. ഇത്രേ ഉള്ളൂ സംഭവം. ഇത് കണ്ട? അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ വഴി നമുക്ക് അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറാനുള്ള ചെറിയൊരു വാതിൽ മാത്രം മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ സ്ഥാപിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, അകത്ത് കയറുമ്പോഴുള്ള കാഴ്ച ആകുമ്പോൾ
മനസ്സൊക്കെ നിറയ്ക്കുന്നൊരു കാഴ്ച ഇതാട്ടോ. നമ്മുടെ ക്ലൈമറ്റ്, അതായത് ഇതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ക്ലൈമറ്റിനനുസരിച്ച് മാറുമ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള യൂസ് ചെയ്യുന്ന ആ ഫ്ലാപ്പ് ഞാൻ കണ്ടില്ല, ആ ഇയർ രൂപത്തിലുള്ളത്, അതായത് ചെവിയുടെ ഷേപ്പിലുള്ള ആ ഫ്ലാപ്പിൻ്റെ ഇത്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ ചെയ്യാം, അവർ വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ്. അപ്പം കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഇതിവരുടെ ഈ ഗോത്രവർഗ്ഗക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ രീതിയിലുള്ള ഇത് തന്നെ. അതേപോലെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഇത് ഈ 3 ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ ചുമ്മാ ഇങ്ങനത്തെ ചുമ്മാ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കെടും മിക്കതും. അല്ലടി മീനു, ഇന്നത്തെ ഇരുട്ടത്ത് നമ്മുടെ നാച്ചുറലായിട്ട് നേച്ചറിനെ സ്നേഹിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോരാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? വൈഫൈ ഇല്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല. അപ്പം വെള്ളമുണ്ട്, വെള്ളം പക്ഷെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക്, അപ്പം ഇതൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഫയർ പിറ്റ് എന്ന് പറയുന്നത്. ഈ ഫയർ പിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വിറകെല്ലാം ഇട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചുറ്റും നമ്മൾ ആൾക്കാർക്ക് ഇരിക്കാം. അപ്പോൾ ഇവർ ഈ ഗോത്രവർഗ്ഗത്തിലുള്ള ഒരു പണ്ട് മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ട് റെസ്റ്റ് എടുക്കാനിരിക്കുന്നതും കിടക്കാനായിട്ട് ഉപയോഗിക്കുന്നതും. അപ്പോൾ ഈ നടുക്ക് തീയിട്ടിട്ട് ഇവരെല്ലാവരും സൈഡുകളിലൊക്കെ ഇരുന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. അതിൻ്റെ സൈഡിൽ തന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവർ പാചകം ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഇതിലാണെങ്കിൽ ഇവർ ഇത്രയും കൂടി മോഡേൺ ആക്കിയിട്ട് 2 ബെഡ് ഇട്ടിട്ടുണ്ട് 2 സൈഡിലും. ഇത് ചെയറായിട്ട് സോഫയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, ബെഡാക്കുകയും ചെയ്യാം. ഈ സോഫയാണ് അവിടെ പുറത്ത് കിടക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പം ഇത് ബെഡാക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ഡബിൾ ബെഡാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു 3x4 ബെഡിൻ്റെ ഒരു ഇതുള്ളൂ. പക്ഷേ ഇതിൽ കിടക്കുന്ന മാട്രസ് ഡബിളാണ്. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തരാമെന്ന്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇത് കണ്ടോ, മറ്റേ മെറ്റലില്ലേ, ചെറിയ മെറ്റലില്ലേ, ആ മെറ്റലാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ മാറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ്. ഇവിടെ എക്സ്ട്രാ ബെഡ് വെച്ചിട്ടുണ്ട്. അവിടെയും എക്സ്ട്രാ ബെഡ് ഉണ്ട്. അപ്പോൾ ഈ ഫയറിനോട് ചേർന്ന് കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് കിടക്കാമെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ 2 ടേബിളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ചെറിയൊരു ടേബിളും ഒരു ഡബിൾ സൈഡ് ടേബിളും വെച്ചിട്ടുണ്ട്. ബെഡ് ഇട്ടിട്ട് പിന്നെ ഇവിടെ ഒരു ഗാർബേജ് ബോക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ഇതാണ് കാഴ്ചയും വരുന്നത് കേട്ടോ. എന്ത് സെറ്റപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി തന്നിട്ടുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഇത്തിരി നടക്കണം ഇങ്ങോട്ട്. ഇത്തിരി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഡിഷസ് എല്ലാം കഴുകാനായിട്ട് ഒരു വാട്ടർ ബേസിൻ്റെയും സംഭവം തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ട് കണ്ടോ. പിന്നെ ഇവിടെ ഒരു ടാപ്പും ഒരു പൈപ്പും തന്നിട്ടുണ്ട് നീളത്തിൽ. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. അപ്പം ഇന്ന് ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ടോയ്ലറ്റ് നമുക്ക് മാത്രമേ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ടോയ്ലറ്റിലേക്ക് കിടക്കുമ്പം നേച്ചറിനോട് അതേപോലെ ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ആ ഒരു സെറ്റപ്പിലാണ് ഇവർ ക്രിയേറ്റ് ചെയ്താക്കുന്നത്. ഫുൾ ക്രിയേഷൻ അങ്ങനെ തന്നെയാണ്. ഈ മിറർ കണ്ടോ നിങ്ങൾ? എന്താണെന്ന് മനസ്സിലായ? ഇത് നമ്മുടെ ക്ലോസറ്റില്ലേ, ക്ലോസറ്റിൻ്റെ ആ കവറും അതിൻ്റെ സാധനം, ആ സീറ്റിങ്ങിൻ്റെ വെക്കുന്ന സാധനമില്ലേ, അത് വെച്ചിട്ടാണ് ഈ മിറർ തന്നെ സ്ഥാപിച്ചാക്കുന്നത്. ഇത് നോക്കിക്കേ, ഒരു മരത്തിൻ്റെ ഷേപ്പിലുള്ളൊരു ടവൽ ഹാങ്ങർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സിങ്ക്, നോർമൽ സിങ്കും ഒരു ടവലും വെച്ചിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിൾ, ഒരു ചെറിയൊരു ഡ്രസ്സിങ് ടേബിളും വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഷവർ ഉണ്ട്. ഒരു ഷവർ റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷവർ റൂം നമുക്ക് കർട്ടൻ വെച്ച് ക്ലോസ് ചെയ്യാം. ഇവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്. ഇത്രയും സാധനങ്ങൾ കേട്ടോ. ഇവിടെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് ഇതിൻ്റെ മേൽക്കൂര നോക്കിക്കാൻ നിങ്ങൾ നമുക്ക് ഫുൾ കാണാം. പുറത്തേക്ക് കണ്ട ഒരു ചെറിയൊരു വൈറ്റ് ഷീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്ത് രസമല്ലേ, നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറവും കാണുകയും ചെയ്യാം. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നേച്ചറിനോട് അതേപോലെ ഇണങ്ങി കിടക്കുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് ഇവർ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഉള്ളിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഈ സ്വിമ്മിംഗ് പൂള് നമുക്കെപ്പോൾ വേണമെങ്കിലും വന്ന് കളിക്കുക എന്തെങ്കിലും ചെയ്യാം. ഇത് കിഡ്സിൻ്റെ സ്വിമ്മിംഗ് പൂളാണെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഇതൊക്കെ ഏരിയ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ക്യാമ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ ക്യാമ്പിംഗ് ആണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ക്യാമ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ക്യാമ്പ് ആകുമ്പം ഒട്ടും എക്സ്പെൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഫീൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കിഡ്നീസിൻ്റെ സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ നല്ല തണലാണ്. പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്ലേ ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇവർ. അപ്പം ഇത് കണ്ടോ സ്വിമ്മിംഗ് പൂള്, അടിപൊളി സ്വിമ്മിംഗ് പൂളല്ലേ പിള്ളേർക്ക് കളിക്കാനായിട്ട്.
അപ്പോൾ നമ്മളുടെ കിച്ചൺ ഫെസിലിറ്റി എന്ന് പറഞ്ഞില്ലേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. കിച്ചൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കിച്ചൺ ഫെസിലിറ്റി അല്ല കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വരുന്ന വഴിക്ക് നമ്മളൊരു ടെൻറ്റ് കണ്ടില്ലായിരുന്നു, നമ്മൾ വിചാരിച്ചത് ആൾക്കാരാരെങ്കിലും താമസിക്കുന്നതായിരിക്കുന്ന. അങ്ങനെയല്ല, ഇവിടെയാണ് നമുക്ക് പവർ പോയിൻ്റ് ഉള്ളൂ. നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു കെറ്റിൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെസ്റ്റ് ഫ്രീസറും തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫ്രീസർ. അപ്പം ഇത് ഫുൾ ടൈം ഓൺ ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് പ്ലേ സാധനങ്ങളും ഉണ്ട്. അതായത് ബോൾ, ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇവിടെ 2 ചെയറും തരുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇത്ര ഫെസിലിറ്റി ഇവർ നമുക്ക് ഇവിടെ ഇൻക്ലൂഡാണ്. ഇത് അത്ര എക്സ്പെൻസീവ് അക്കോമഡേഷൻ അല്ല, നല്ല പക്ഷേ ക്ലാസ് അക്കോമഡേഷനാണ്. നമ്മുടെ പൈസയ്ക്ക് മുതലാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം കേട്ടോ. അപ്പം ഇതാണ് വേറെ ടെൻറ്റ് ഉണ്ടായിരുന്നത്, ടിപ്പി ടെൻറ്റ്. വേറൊരു ടെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് അവിടെ ഇരുന്നിരുന്ന ബെഡില്ലേ, ആ ബെഡാണ് ഇവിടെ സോഫയാക്കിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങൾ തരുന്നുണ്ട്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെയ്ഡ് കുടയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഹോട്ട് ടബ്ബ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഹോട്ട് ടബ്ബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ ദേ അതിൻ്റേതായ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടത്തേക്ക് വുഡും അത് കത്തിക്കുന്ന സാധനവും അത് പെട്ടെന്ന് കത്താൻ വേണ്ടിയാട്ടോ വെച്ചിരിക്കുന്നത്, ആ പൈൻമരത്തിൻ്റെ ആ സാധനം. അപ്പം ഇതിൽ ഹോട്ട് ടബ്ബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് ടബ്ബ് നമുക്ക് യൂസ് ചെയ്യണം എന്തായാലും. പിന്നെ ഇവിടെ റിലാക്സ് ചെയ്ത് കിടക്കാനായിട്ട് ഒരു ഇതിനെന്താ പറയുന്നത്, ആ സാധനം തൊട്ടിൽ എന്നൊക്കെ പറയത്തില്ല, ആ തൊട്ടിൽ പോലത്തെ ഒരു സാധനം. അപ്പം ഇതൊരു കാട്ടിലാണ് ഈ അക്കോമഡേഷൻ. ഇവിടെ വേറെ സംഭവങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെ കണ്ടായിരുന്നു നമ്മൾ. അതായത് സ്പ്രിംഗ് ബോക്ക്, പിന്നെ സീബ്ര, അതിനൊക്കെ കാണണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അവർ അപ്പുറത്തെ ടെൻറ്റില്ലേ അവിടുത്തെ ആൾ വന്നിട്ട് നാളത്തെ മീറ്റിങ്ങിനുള്ള സാധനങ്ങൾ എന്തോ അറേഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ അവിടെ വന്ന് കിടക്കുന്നുണ്ട്, അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എനിവേ ഇതാണ് സാധനം. എന്താല്ലേ സാധനം. ഇതിനെ ടിപ്പി ടെൻറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതിലേക്കുള്ള എൻട്രൻസും ഇതിൻ്റെ ഉള്ളിലെ സെറ്റപ്പും. ചൂടല്ലേ ഇതിൻ്റെ ഉള്ളിൽ? ആണല്ലേ. ആ പുള്ളിക്കാരി പറഞ്ഞത് തീയിട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ ഇല്ല, ചൂട് നിൽക്കും. ആ വാം നിൽക്കും. അങ്ങനത്തെ ഒരു മെറ്റീരിയലായത്, അതാണ്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഈ ടിപ്പികളില്ലേ നിങ്ങൾ കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് ഓപ്പൺ ആയിരിക്കും. പക്ഷേ ഈ സാധനമില്ലേ, ഈ സാധനം ഇവിടെ ടൈറ്റാക്കി കവർ ചെയ്തിട്ട് ഇട്ടാക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബിൽഡിങ് സെറ്റപ്പ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ ഓപ്പൺ ആയിട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ ഈ സാധനം, ഈ തുണിയില്ലേ, ഇത് ഭൂമിയുടെ ഉള്ളിലേക്കാണ് പോയേക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കണേ. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഒന്നും കയറത്തില്ലാന്ന്. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പേ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. ആ സമയത്തെ നമുക്ക് ഫയർ ഇടാം. ഇവിടെ ഫയർ ഇട്ടില്ലെങ്കിലേ, ഇപ്പം ഇട്ടില്ലെങ്കിൽ ചൂടാകത്തില്ല, തണുപ്പാണേ. അത് തന്നെ വിറക് എടുത്ത് വയ്ക്കും. അപ്പം ഞങ്ങളൊരു ചാക്ക് വിറക് മേടിച്ചിട്ടാട്ടോ വന്നത്. വിറക് നമ്മൾ കാലിലെന്ന് പറഞ്ഞാൽ സ്ഥലത്ത് നിർത്തിയായിരുന്നില്ലേ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടാക്കുന്നവർക്ക് അറിയാം. അവിടെ നിർത്തിയപ്പം അവിടെ നിന്ന് നമ്മൾ വിറക് മേടിച്ചു. അല്ലെങ്കിൽ ഇവിടെ കിട്ടുമായിരുന്നു വിറക്, അല്ലെങ്കിൽ കാട്ടിൽ നിന്നൊക്കെ എടുത്തോളം പറഞ്ഞിരുന്നു വിറക്. വിറകെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വിറകെല്ലാം എടുത്ത് വെച്ചു. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഫയർ ലൈറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഫയർ ലൈറ്റേഴ്സ് ഒരു 2 എണ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ അവിടെ ചുറ്റി നമുക്ക് വിറക് ഇങ്ങനെ വെക്കാം. വിറക് ഇങ്ങനെ വെച്ച് ചുറ്റും വെച്ച്, നിങ്ങൾക്ക് അറിയായിരിക്കും, വിറക് ഇങ്ങനെ വെച്ച് വിറകിലേക്ക് തീ കൊള്ളണം. അങ്ങനെ വിറക് കത്തണം. കത്തിപ്പിടിച്ചാലാണ് നമുക്ക് ഒരു സെറ്റപ്പ് കിട്ടത്തുള്ളൂ. അപ്പം ഈ ഡോറ് വഴിയും പിന്നെ മുകളിൽ കൂടെയും ഇതിൻ്റെ പുക പോകും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവരോട് ചോദിച്ചപ്പോഴും അല്ലെങ്കിൽ നമ്മൾ നോക്കി മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പം തീപ്പെട്ടി തന്നെ. അപ്പം തീപ്പെട്ടിയൊക്കെ വെച്ച് ശരിക്കും ഇത് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പം ഒരു അനുഭവം ഇല്ലേ, ഒരു സെറ്റപ്പ് അനുഭവം കേട്ടോ അത്. സെറ്റല്ലേ. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മരം ഇടാം. മരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ
ഇത് കത്തി പിടിക്കുമ്പോൾ നന്നായിട്ട് കത്തി പിടിക്കും. കണ്ടോ, നമ്മൾ കിടക്കുന്നതിനോട് ചേർന്നാണ് ഈ സംഭവങ്ങൾ വെക്കുന്നതെന്ന് പറയണേ. ചാർക്കോള് കൊണ്ടുവരുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ചാർക്കോള് ഉണ്ടാക്കുന്ന പുകയില്ലേ, അത് ഇതിൻ്റെ ഉള്ളിൽ തങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ. അപ്പം അതുകൊണ്ടാണ് പുകമയ കൂടി. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഫയർ ഇട്ടിട്ടുണ്ട്. പുകയെല്ലാം ഇതിൻ്റെ മുകളിൽ കൂടെ ആട്ടോ പോകുന്നത്. പുക ഇതിൽ കൂടെ പോകുന്നുണ്ട്. ഇപ്പം അത് തുറന്നിട്ടാക്കുന്നതുകൊണ്ട് അതിൽ കൂടെ കാറ്റ് മടിച്ചിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തങ്ങിയൊന്നും നിൽക്കത്തില്ല, പുകമയൊന്നും ആയിട്ട് നിൽക്കത്തില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു വാമപ്പ് ആക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാമി, ഹൗസ് ഇറ്റ്? നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ സൂക്ഷിക്കണം ഫയർ ഇടുമ്പോഴേ. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ അറിയാം ഇത്, പക്ഷെ നമ്മുടെ നാട്ടിലെ പിള്ളേർക്കൊന്നും ഇത് വീട്ടിൽ കിടക്കുന്ന വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫയർ ഇടുക എന്നുള്ളൊരു സെറ്റപ്പ് അങ്ങനെയൊന്നും പരിചയം ഉണ്ടാകത്തില്ലല്ലോ. അപ്പം പിള്ളേർ വന്ന് തൊടാതെയൊക്കെ ഇരുന്ന് സൂക്ഷിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഞങ്ങളുടെ ലഗേജ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന്ന് കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് കുക്ക് ചെയ്യണം. അല്ലാതെ വേറെ സെറ്റപ്പ് വേറെ ഒരു ഇത് വലിയ സംഭവങ്ങളൊന്നുമില്ല, കിച്ചണോ അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. അപ്പം ഞങ്ങൾക്ക് ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കണം ഒന്ന്. അതിനു മുമ്പ് ആ ബാത്ത് ടബ് ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോവുകയാണെങ്കിൽ കുളിക്കാം. അതല്ലാതെ പിന്നെ ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് വരുമ്പോഴേ സംഭവം എന്നാണെന്നറിയോ? പുറത്തേക്ക് വന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കാറ്റിൻ്റെ ശബ്ദം, ഭയങ്കരമായിട്ടൊരു കാറ്റിൻ്റെ ശബ്ദം എന്നും പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ തീയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടു സെറ്റപ്പ് അല്ലേ? മീൻ എങ്ങനെ ട്രീ സീരിയസ് ആയിട്ട് പറ. നല്ല തണുപ്പ് പുറത്തും അല്ലേ, അകത്ത് നല്ല ചൂടും. അല്ല, അകത്ത് ഇപ്പൊ ഇതിട്ടപ്പോ തീയിട്ടപ്പം നല്ല സുഖായില്ലേ, നല്ല കംഫർട്ടബിൾ ആയി. അതെ, ഇത് നോക്കിയാൽ നമ്മളൊന്ന് കിടന്ന് ഉറങ്ങാൻ പോകുന്നത്. ഇപ്പൊ ഇനി തീ കെട്ടിട്ട് നമ്മള് മറ്റേ കൽക്കരി മാത്രം പോലെ ഇല്ലേ, അതേപോലെ ആകും. കനൽ മാത്രമാകും, കൽക്കരി അല്ല കനൽ പോലെ ആകും. അപ്പൊ ആ കനലിലാട്ടോ കിടന്ന് ഉറങ്ങാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴേ നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. കണ്ടോ, മിണ്ടാതിരുന്ന് കഴിയുമ്പോഴല്ലേ കാറ്റിൻ്റെ ശബ്ദം കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ തീയിട്ടിട്ടുള്ള ലുക്ക് നോക്കി, എൻ്റെ പൊന്നോ, വേറെ ലുക്ക് കേട്ടാ, അപ്പാര ലുക്ക് എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി സെറ്റപ്പ്. ഇത് നോക്കിയാൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ശരിയാട്ടാ, ഇത് സൂര്യ ഉദയത്തിനോട് അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് കിഴക്ക്. അപ്പോൾ അവിടെ നിന്ന് സൂര്യൻ ഉദിക്കുമ്പം ഇവിടുത്തെ ഈ വാതിൽ കണ്ടോ, അതിനെ അഭിമുഖീകരിച്ചാണ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കറക്റ്റാണ് ഈ കാര്യം. ദേ സൂര്യാസ്തമയം ബാക്കിൽ നിങ്ങൾ നോക്കിക്കേ, എന്ത് ലുക്കാലേ, എൻ്റെ പൊന്നോ, വേറൊരു സെറ്റപ്പ് കേട്ടോ. നമുക്ക് ഒത്തിരി ലേറ്റായി, അതുകൊണ്ട് നമ്മൾ ഈ ഹോട്ട് ടബ് പരിപാടി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഹോട്ട് ടബ് ചൂടാകണമെങ്കിൽ ഇതിൽ നിന്ന് വിറകെടുത്തിട്ട് ഇതിലിട്ട് കത്തി ചൂടാകണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ പിടിക്കും. അപ്പം നമ്മളത് യൂസ് ചെയ്യുന്നത് ഇപ്പം മണ്ടത്തരമാണ്. ഇപ്പം ഏകദേശം ഒരു 8 മണി ആകാറായി. അപ്പം 8 മണി ആകാറായ സമയത്ത് ഞാൻ നൈറ്റ് മോഡിലിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെളിച്ചം കിട്ടുന്നത് കേട്ടോ. ഇവിടെ സാധാരണ ഇരുട്ടി ശരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ ടിപ്പി ടെൻറ്റ്? നല്ല കൺസെപ്റ്റ് അല്ലേ, നല്ല അടിപൊളി കണ്ടൻറ്റും ആട്ടോ ഇത്, അല്ലേ? എന്താ സെറ്റപ്പ്. നമ്മുടെ തീയെല്ലാം കെട്ടി കനലായി കേട്ടോ. കനലായപ്പം ഇവിടെ മൊത്തം നല്ല ചൂടായി. വാമീനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു. വാമിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. കുളിച്ച് വന്ന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കുളിച്ചിട്ടില്ല, മീൻ കുളിക്കാൻ പോയി. അപ്പം ഇത് നോക്കിക്കേ, സ്റ്റാർസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി, അതായത് സപ്പറിനുള്ള ഫുഡ് റെഡിയാക്കുക കേട്ടോ. ഞങ്ങൾ ചപ്പാത്തി ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടത്തില്ല, ആ ചപ്പാത്തി നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റൊട്ടി, പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ ആ റീചാർജബിൾ ട്യൂബ് ലൈറ്റ് ഇല്ലേ, നമ്മുടെ ടെൻറ്റിങ്ങിന് കൊണ്ടുപോകുന്നത്, നമ്മുടെ ക്യാമ്പിങ്ങിന് കൊണ്ടുപോകുന്ന ആ ലൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വെളിച്ചമുണ്ട്. ഇല്ലെങ്കിൽ ഉള്ള വെളിച്ചം ഇത് കത്തിക്കുമ്പോൾ ഉള്ള വെളിച്ചം കേട്ടോ. എന്നോ ഇലക്ട്രിസിറ്റി ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു മങ്ങിയ വെളിച്ചത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതായത് നമ്മൾ പണ്ടത്തെ ലൈഫിലെ ആ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നേച്ചറിനോട്
ഒത്തിരി അടുത്ത് നിൽക്കുന്നത്. നമ്മുടെ തന്നെ ചാനലിൻ്റെ ക്യാപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എക്സ്പ്ലോറിങ് ദ നേച്ചർ എന്നല്ലേ നമ്മൾ നടക്കുന്നത്. ഇപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുവാണ്, നേച്ചർ എക്സ്പ്ലോർ ചെയ്യുവാണ്. ഇതിൽ കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്താ കൂര ഇട്ടിട്ട്. അപ്പം എന്താ ഈ ചപ്പാത്തി റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 മതി. ഓക്കെ, ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നമുക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു അനുഭവം കൊടുക്കാൻ പറ്റും. അതാണ് ഞങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതേ കണ്ടില്ലേ, മുട്ടയാണ് നമ്മൾ എഗ് ബുർജിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി. ചപ്പാത്തി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മീനു ദേ എഗ് ബുർജി, അതായത് സബോളയൊന്നും അരിഞ്ഞിട്ടിട്ടില്ല, ചുമ്മാ മസാലകളെല്ലാം ഇട്ട് ഉപ്പ് ഇട്ടിട്ട്. സബോള ഉണ്ട് പക്ഷേ കത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ചിക്കലാണ് ഈ പ്രാവശ്യം. എന്ത് പറ്റിയിട്ട് മീനു? ഇത്തവണ ഞങ്ങൾ പ്ലേറ്റ് എടുത്തില്ല ഗായ്സ്. ഞങ്ങളിപ്പം ക്യാമ്പിങ്ങിനുള്ള നമ്മുടെ സാധനങ്ങൾ തയ്യാറാക്കാൻ വീണ്ടും വിട്ടുപോയി. അന്നൊന്നും കുഴപ്പമില്ല, പ്ലേറ്റ് എല്ലാം ഞങ്ങൾ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ദേ മുട്ട ചിക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മേ, അത് മുട്ട പൊട്ടിച്ച് മാമി 2 മുട്ട എടുത്തിട്ട് ഒരൊറ്റ കൂട്ടിച്ചേർത്ത് 2 പൊട്ടിക്കല്. എന്താ സംഭവം, നല്ല സെറ്റപ്പ്. മാമിയുടെ ഒരു കാര്യം. മാമി നിന്റെ കോമഡി ആണോടി? അതെ, മാമീനെ ചീത്ത പറഞ്ഞോന്ന് മനസ്സിലായി. ചീത്ത പറഞ്ഞാണോ കളിയാക്കിയതാണോ? കളിയാക്കുന്നൊന്നും ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക്. അപ്പോൾ ദേ നമ്മുടെ മുട്ട ആകട്ടെ കേട്ടോ. പിന്നെ ദേ മീനു ഇന്നലെ ഇരുന്ന് ഉണ്ടാക്കിയ കട്ട്ലേറ്റ്, ഇന്നലെ അല്ല ഇന്ന് രാവിലെയാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് കുക്ക് ചെയ്തെടുത്തത് ഇന്നാട്ടോ. ഇങ്ങനെ പാറ്റീസ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചു. അപ്പം ആ നല്ല ബീഫ് കട്ട്ലേറ്റ്, നല്ല നാട്ടിലെ നാടൻ കട്ട്ലേറ്റ് ഇല്ലേ, അതിൻ്റെ രുചിയാണ്. ഞങ്ങളിന്ന് വരുന്ന വഴിക്കൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. നല്ല ഒന്നും പറഞ്ഞറിയാൻ പറ്റാത്ത രുചിയാണ്. നമുക്ക് നൊസ്റ്റാൾജിക് ഫീൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതേ നമ്മുടെ എഗ് ബുർജി റെഡിയായി. റെഡിയാ? ഓക്കെ, എഗ് ബുർജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സപ്പർ കഴിക്കാറായിട്ടുണ്ട്. സമയം 9 മണി. ചപ്പാത്തിയും മുട്ടയും എഗ് ബുർജി. ഇപ്പം എഗ് ബുർജി അല്ല, ചുമ്മാ ചിക്കിന്നുള്ളൂ. അതൊന്ന് കഴിച്ചോക്കാം. സാധാരണ നമ്മുടെ മുട്ടയും ചപ്പാത്തിയും അപ്പൊന്നും അടിക്കാനില്ല. അല്ലൊരു മീനു എപ്പടി. അപ്പം ഞങ്ങളുടെ വാമിക്കുട്ടി കഴിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഫ്രീസറിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടി ഫ്രീസറിലേക്ക് വന്നു. ഇവിടെ ലേറ്റ് ഇല്ല കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് ഇതിങ്ങനെ ഫസ്റ്റിന് മേടിച്ചിരിക്കുന്ന ബർഗർ പാറ്റീസ്. ഇത് കണ്ടോ, ഇതാണ് ബർഗർ പാറ്റീസ്. അപ്പം എല്ലാ സാധനങ്ങളും ഈ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെച്ച് ഇത് കാലിയാണ് ഫ്രീസർ, കണ്ടോ, ചെസ്റ്റ് ഫ്രീസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. മീനും മാമിയും കൂടി എൻ്റെ കൂടെ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം തിരിച്ച്. കണ്ടോ, നല്ല ഇരുട്ടാണ്. എന്തോ സെറ്റപ്പല്ലേ. കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു സെറ്റപ്പാണ്. വേറൊരു വെളിച്ചമില്ല എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് ഇങ്ങനത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, വേറൊരു വെളിച്ചമില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ക്യാമ്പിങ്ങുകാർക്ക് ബാർബിക്യൂ ഇടാൻ വേണ്ടി ഇതെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോയി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് നേരെ കയറി കിടക്കാം. ഇതേപോലെ സ്റ്റാർസിനെയൊക്കെ കണ്ട് നമുക്ക് കിടക്കാൻ പോവാം കേട്ടോ. അടിപൊളിയല്ലേ? ഇന്നത്തെ ഉറക്കം വേറൊരു മെമ്മറി ആയിരിക്കും കേട്ടോ. നമുക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു മെമ്മറി പോലെ. അങ്ങനെ ഒരു രാത്രി കൂടിയായി. അപ്പം കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ടിപ്പി ടെൻറ്റിലെ ആദ്യത്തെ രാത്രി കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ ദേ ഇത് കണ്ടോ, നമ്മുടെ തീയെല്ലാം അണഞ്ഞ് ദേ കനലായിട്ടുണ്ട്. അപ്പോൾ ദേ ഇതെല്ലാം ക്ലോസ് ചെയ്തു ഞങ്ങൾ. അവിടുത്തെ ആ ഡോറുണ്ടായിരുന്നത്, ആ ഡോറല്ല, ആ ഫ്ലാപ്പ് ഉണ്ടായിരുന്നില്ല, ആ സാധനം അതടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു തുണി പോലത്തെ ഒരു സാധനമുണ്ട്, അത് വലിച്ചിങ്ങനെ കെട്ടണം. അപ്പം ഇത് മൊത്തം ക്ലോസ് ആകും. പിന്നെ അത് ഇത് ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർസിനെയൊക്കെ കണ്ട് ഉറങ്ങുകയും ചെയ്യാം. ഈ ലൈറ്റ് ഉണ്ട്, ഈ ലൈറ്റ് ബാറ്ററിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങിപ്പോകും നാളത്തേക്ക്. അപ്പോൾ അതേ മീനു മാമി ഓൾറെഡി ഉറങ്ങി കേട്ടോ. മീനു എങ്ങനെയുണ്ട്? നമ്മുടെ ടിപ്പി ടെൻറ്റിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ നമ്മുടെ. അപ്പം എങ്ങനെയായിരിക്കും ഇതുവരെയുള്ളത്? എങ്ങനെയുണ്ട്? അതെ, ഇതുവരെയുള്ളതൊന്നും പറയാനില്ല കേട്ടോ. 18ാം നൂറ്റാണ്ടിലായിരുന്നു ഈ നേറ്റീവ് അമേരിക്കൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്തോട്ടോ. നല്ല കിടിലൻ എക്സ്പീരിയൻസ് അല്ല ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ചാനലിൻ്റെ പേര് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലത്തെ കണ്ടൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ കണ്ടൻറ്റ് തന്നെയാണ്, ഫാമിലി ക്യാമ്പിങ് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും. എക്സ്പ്ലോറിങ് ദ നേച്ചർ കേട്ടോ, ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ.